ഹലോ, ഗുഡ് ഈവനിങ്. സൂസനുള്ള മിസ്സസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ സോങ് കൂടെ ആകുമ്പോഴാണ് 75 ഗാനങ്ങൾ എൻ്റെ സ്വന്തം രചനയിലും സംഗീതത്തിലുള്ള 75 സോങ്സ് പാടിത്തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ 2-3 ഓൾഡ് സോങ് പാടാമെന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഇരുന്നപ്പോഴാണ് ശനിയാഴ്ച ഒരു 11:30 ആയപ്പം ഹോളി സ്പിരിറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുകയും എൻ്റെ മനസ്സിലോട്ടൊരു 8 വരി സോങ് തരികയും ചെയ്തു. പറയുന്നതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, എനിക്ക് പനിയാണ്, ശനിയാഴ്ച തുടങ്ങിയാണ്. അപ്പോൾ ഈ പാടിനിടയ്ക്ക് അറിയാമല്ലോ, തുമ്മലും ചുമയും, ചിലപ്പോൾ പാട്ട് നിർത്തി പാടേണ്ടിയൊക്കെ വരും. എല്ലാവരും ഇതിന് സഹകരിക്കുക, പ്രാർത്ഥിക്കുക. അതൊക്കെ ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, അതൊക്കെ സ്വാഭാവികമാണല്ലോ പനിക്കിടയിൽ. അപ്പോൾ അങ്ങനെ ഒരു 8 വരി സോങ് എൻ്റെ മനസ്സിലോട്ട് തന്നു. അപ്പം ഞാൻ എൻ്റെ ആ ഡിസിഷൻ മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇനിയും കർത്താവിനെ ക്രൂശുമരണത്തെ ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ പാടാവും. നമ്മൾ അനേകം സോങ്ങുകൾ പാടാറുണ്ട്. പിന്നെ നമുക്ക് സന്തോഷം തരുന്ന ഗാനങ്ങൾ, പ്രത്യാശ ഗാനങ്ങൾ, ദുഃഖ ഗാനങ്ങൾ, അങ്ങനെ അനേക ഗാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ പാടുന്നതിലൊക്കെയും ഏറ്റവും പവർഫുള്ളെന്ന് പറഞ്ഞാൽ പോരാ, ഓവർവെൽമഡായെന്ന് പറഞ്ഞാൽ അതിശക്തമായ ഗാനങ്ങളാണ് നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് സഭകളിൽ കർത്തൃമേശയ്ക്ക് പാടുന്ന പാട്ടുകൾ. അതാണ് കർത്താവിൻ്റെ ക്രൂശമരണത്തെ ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ അത് പാടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഈ സോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ട്യൂണൊന്നും ഇല്ല, എങ്കിലും ഈ സോങ്ങിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്ന് ചോദിച്ചാൽ 2024, അതായത് 2024 നവംബർ മാസം 23-ാം തീയതി ആണ് ഈ പാട്ട് പിറവിയെടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചതങ്ങ് പാടിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതുവരെയും നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട്, കർത്താവ് പറഞ്ഞത് നിനക്ക് നന്മ ചെയ്യാനും പ്രാപ്തിയുള്ളപ്പോൾ ചെയ്യുക, എൻ്റെ കൂട്ടുകാരൻ്റെ പോയി വാ പിന്നാട്ടെന്ന് പറയരുത്. അതുപോലെ തന്നെ ഔദാര്യ മനസ്സിന് പുഷ്ടി പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ രൂപവും ഭാവവും നമ്മളിൽ വരട്ടെ എന്ന് നമ്മൾ പാടും. നമുക്കൊരാൾ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അവരും ചെയ്തു കൊടുക്കണം. കർത്താവ് പറയുന്നത് എത്ര പേർക്ക് അങ്ങനെയുള്ള മനസ്സുണ്ട്? ഞാനാരോടും ഒന്നും സപ്പോർട്ട് ചോദിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ ചെയ്യുക. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്, എൻ്റെ നാട്ടിൽ ഒരു പാത്രം തണ്ണിയെങ്കിലും കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് സോങ്ങുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിലേഷനും ഫ്രണ്ട്സിനും മാക്സിമം സോങ് ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, പാട്ട് കേൾക്കുക. ഈ 3 സോങ്ങും കേൾക്കണം. കാരണം കർത്താവിൻ്റെ കർത്തൃമേശ ക്രൂശമരണത്തെ ഓർമ്മിപ്പിക്കുന്ന സോങ്ങുകളാണ്. അനേക പാട്ടുകളുണ്ട്, ക്രൂശമരണത്തിൻ്റെ പാട്ടുകളൊക്കെ അനേകമുണ്ട്. അപ്പോഴീ ഇന്നത്തെ സോങ് ചെറിയ രീതിയിൽ പാടാം. പനി അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥ, കാരിരുമ്പാണികൾ നീ മറന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ കർത്താവിനോട് ആ ശനിയാഴ്ച 11:30 ആയപ്പോൾ ഞാൻ ഭയങ്കര കുക്കിങ്ങിലായിരുന്നു പറയാമെന്ന്. കാരണം സൺഡേയിൽ വർഷിപ്പിന് പോകേണ്ടതുകൊണ്ട് ആ സൺഡേയിൽ കൂടെ വല്ല കറിയും കൂട്ടാനൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ കുറച്ച് ജോലിയൊക്കെ കൂടുതലാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാട്ടിൽ പറഞ്ഞേക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ, കാൽവരി ക്രൂശിൽ നിൻപേർക്കായി ഞാൻ ജീവൻ വെടിഞ്ഞു. എന്നോട് പറയുക, കാരിനും പാണികളും ഞാൻ സഹിച്ചു, എന്നോട് വേദന ഞാൻ മറന്നു. കർത്താവ് പറയുക, കാരിരുമ്പാണിയുടെ വേദന ഞാൻ സഹിച്ചു, പക്ഷേ എൻ്റെ വേദനയെല്ലാം ഞാനങ്ങ് മറന്നെന്ന്. അതാണ് അടുത്തത് പറയുന്നത്. കള്ളന്മാർ നടുവിൽ കിടന്നു, കള്ളനെപ്പോലെ എന്തിനാണ് നമ്മളെ നേരായ മാർഗത്തിൽ നടത്തുവാൻ. അതെ, കർത്താവ് നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സുണ്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ നമ്മളോട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ് പിണങ്ങുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വിഷം വരുമോ, അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറയണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പം നമ്മളവരെ സോറി പറയാനൊക്കെ വിളിക്കും. അപ്പോൾ അവർ പറയും, അയ്യോ നിനക്ക് എന്തുവാടി, അല്ലേ നിനക്ക് എന്തുവാ, എടാ ഞാനത് അന്നേരം അങ്ങ് മറന്നു. അത് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, എൻ്റെ വേദന ഞാനങ്ങ് മറന്നു. അതെ, കർത്താവ് എന്ത് പങ്കപ്പാടുകൾ സഹിച്ചു. പക്ഷേ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ആ വാശിയും വരെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഒന്നും
തിരിച്ച് ചോദിക്കുക പറയില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പത്രോസിനോട് ചോദിച്ചില്ല. എന്ത് ചോദിച്ചില്ല? എന്നാലും എൻ്റെ പത്രോസേ, നീ 3.5 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് നീ അവസാന സമയത്തിൽ ആ ലാസ്റ്റ് മൊമെൻറ്റ് നീ എന്നെ തള്ളി പറഞ്ഞു കളഞ്ഞല്ലോ എന്നൊന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവ് എന്നോട് പറയുക, എൻ്റെ വേദന ഞാൻ മറന്നു, പിന്നെ നമ്മുടെ പാപങ്ങൾ ചുമന്നൊഴിച്ചു. എനിക്ക് നേരത്തെ ഉള്ള പാട്ട് തന്ന കർത്താവ് ഓരോ അടി കൊള്ളുമ്പോഴും ഉള്ളിൽ ചിരിക്കുകയായിരുന്നെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ പാവികളായ നമ്മളെ ഓരോരുത്തരെയും നേടുന്നത് കൊണ്ട് കർത്താവ് ചിരിക്കുകയായിരുന്നെന്ന് കർത്താവ് സംസാരിച്ച്. അപ്പോൾ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ ഈ പാട്ട് ഒന്ന് പാടാൻ നോക്കാം. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, കരിരുമ്പാണികൾ നീ സഹിച്ചു, നിന്നുടെ വേദന നീ മറന്നു, എന്നുടെ പാപങ്ങൾ ചുമന്നൊഴിച്ചു. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, കരിരുമ്പാണികൾ നീ സഹിച്ചു, നിന്നുടെ വേദന നീ മറന്നു, എന്നുടെ പാപങ്ങൾ ചുമന്നൊഴിച്ചു. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, പാപവും ശാപവും രോഗവും തിങ്ങിയ കുരിശു നീ ചുമന്നു, പാപവും ശാപവും രോഗവും തിങ്ങിയ കുരിശു നീ ചുമന്നു. കള്ളന്മാർ നടുവിൽ കിടന്നതും എന്നെ നേരായ മാർഗത്തിൽ നടത്തിയിടുവാൻ, കള്ളന്മാർ നടുവിൽ നീ കിടന്നതും എന്നെ നേരായ മാർഗത്തിൽ നടത്തിയിടുവാൻ. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, കരിരുമ്പാണികൾ നീ സഹിച്ചു, നിന്നുടെ വേദന നീ മറന്നു, എന്നുടെ ശാപങ്ങൾ ചുമന്നൊഴിച്ചു. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, ഘോരമാം പാടുകളേൽക്കുമ്പോഴും ക്ഷമിക്കുവാൻ ചൊല്ലിയ സ്നേഹനാഥാ, ഘോരമാം പാടുകളേൽക്കുമ്പോഴും ക്ഷമിക്കുവാൻ ചൊല്ലിയ സ്നേഹനാഥാ, നിൻ ദിവ്യ സ്നേഹത്തിൻ മാധുര്യം പാടി ഞാൻ എൻ ശിഷ്ടകാലം കഴിക്കുമെന്നും, നിൻ ദിവ്യ സ്നേഹത്തിൻ മാധുര്യം പാടി ഞാൻ എൻ ശിഷ്ടകാലം കഴിക്കുമെന്നും. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, കരിരുമ്പാണികൾ നീ സഹിച്ചു, നിന്നുടെ വേദന നീ മറന്നു, എന്നുടെ ശാപങ്ങൾ ചുമന്നൊഴിച്ചു. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ, കരിരുമ്പാണികൾ നീ സഹിച്ചു, നിന്നുടെ വേദന നീ മറന്നു, എന്നുടെ ശാപങ്ങൾ നീ ചുമന്നു. കാൽവറി ക്രൂശിൽ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ നാഥാ. ശ്ലോകത്തെറ്റുണ്ടേ സാദൃശ്യം.